ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മേഘനാഥൻ എന്ത് ചെയ്യുന്നുണ്ട്, മദ്യലഹരിയിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തിനും നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയുടെ അനന്തൂനെ രേഖയൊക്കെ കാണുന്നുണ്ട്. ഇതിനിപ്പം മദ്യം കുടിച്ചതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുന്നതാണോ, ഇനിയിപ്പോൾ കാണുന്നിടത്തൊക്കെ നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിനെ മാത്രമായിരിക്കും കാണുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് മേഘനാഥൻ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് കാറൊക്കെ തുറന്ന് വേഗം തന്നെ വെളിയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കണ്ടത് സത്യം തന്നെയായിരിക്കോ, ഇനിയിപ്പോൾ ഈ കണ്ണനും മഹാലക്ഷ്മിയും തന്നെയാണോ ഇത്, ഇവരെന്താ ഇവനെന്താ കാലുകൾക്ക് ചലഞ്ചിഷൊക്കെ കിട്ടുക, നടക്കാൻ തുടങ്ങിയെന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിമിഷം നിന്ന് മേഘനാഥൻ അങ്ങ് തറയിലേക്ക് വീഴുന്നുണ്ട്. വീണ ആ ഒരു സമയത്ത് തന്നെ ഇവരങ്ങ് രക്ഷപ്പെടുന്നുണ്ട്. അനന്തവും കണ്ണനും മഹാലക്ഷ്മിയും രേഖയൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ട് വേറെ ഇങ്ങോട്ടേക്കോ പോകുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിലും മേഘനാഥൻ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണ് തുറക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പം മേഘനാഥൻ പറയുന്നത്, എനിക്ക് അപ്പളേ തോന്നി ഞാൻ കുടിച്ചത് കുറച്ചധികം കൂടിപ്പോയോ എന്ന്, അതുകൊണ്ട് എന്തായാലും ഇവരൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇനി ഇപ്പം അഥവാ ഇവരൊക്കെ ഇവിടെ ഉണ്ടായാൽ തന്നെ കണ്ണൻ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? ഇല്ല, അവൻ്റെ കാലുകൾക്ക് ഇപ്പോഴും ചലഞ്ച് തിരിച്ച് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രതാപനാണെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികൾ പോലെ എന്തുണ്ട്, പ്രതാപൻ ഒരു സ്വപ്നം ഇങ്ങനെ വല്ലാണ്ട് നിന്ന് പിന്തുടരുന്നുണ്ട്. ആ ഒരു സ്വപ്നത്തിലുള്ളത് തന്നെ മഹാലക്ഷ്മിയും കണ്ണനും തന്നെയാണ്. കാരണം അവരാണല്ലോ ഇപ്പോൾ ട്രിപ്പൊക്കെ പോയി ഒരു എൻജോയ്മെൻറ്റിലുള്ളത്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്വപ്നം നല്ല രീതിയിൽ പ്രതാപനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ കാണുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നതും. കണ്ണൻ്റെ കാലുകൾക്കൊക്കെ ചലഞ്ച് തിരിച്ച് കിട്ടി. കണ്ണൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നോർമൽ മനുഷ്യനെ പോലെ മഹാലക്ഷ്മിനെ എല്ലാ സന്തോഷങ്ങളും നൽകിയിട്ട് ഇങ്ങനെ കാർ ഓടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പ്രതാപൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നത്. ആ ഒരു സ്വപ്നം കണ്ടോടനെ തന്നെ പ്രതാപൻ ഞെട്ടി എണീക്കുന്നുണ്ട്. എന്നിട്ട് വേഗം പോയി നമ്മുടെ കരുണേനോട് പറയുന്നുണ്ട്. കരുണേനോട് പറയുമ്പോൾ കരുണയെ കാണുന്നതും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കരുണ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൻ്റെ കാലുകൾക്ക് ചലഞ്ച് ചെയ്ത് കിട്ടിയതിൻ്റെ കൂടി ഒരു കുറവുണ്ട്. ഇപ്പം തന്നെ ആ മഹാലക്ഷ്മിയും കണ്ണനും കാരണം എനിക്ക് ആ കമലേശ്വരത്ത് ജീവിക്കാൻ കൂടി പറ്റും. കണ്ണനും മഹാലക്ഷ്മിയും കല്യാണം കഴിച്ചതിന് ശേഷം ഞാനൊരിക്കലും സന്തോഷം എന്താണെന്ന് അനുഭവിച്ചിട്ട് കൂടിയില്ല. അവിടെ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ണി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അടിമേനെ പോലെ എല്ലാം കേട്ട് എല്ലാം അനുസരിച്ച് കണ്ണൻ്റെ വാക്കുകൾക്ക് മാത്രം കേട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ടേക്ക് ജീവിക്കാനോ അവിടത്തേക്ക് പോകാനോ ഒന്നും തോന്നുകൂടിയില്ല. ഇനിയിപ്പോൾ കണ്ണനെങ്ങാൻ കാലുകളിൽ ചലച്ച് തിരിച്ച് കിട്ടി അവനിനിപ്പോൾ ഉണ്ണീനെ പോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ട്. ഇനിയിപ്പോൾ മഹാലക്ഷ്മിയുടെ ആ വിളയാട്ടായിരിക്കില്ല എവിടെയെന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പ്രതാപനോട് പറയുന്നുണ്ട്. അതുമാത്രമല്ല, അവൾ മഹാലക്ഷ്മിയല്ല, അവളൊരു ഭാഗ്യലക്ഷ്മിയാണ്. അവൾ അവിടെ വന്നതിന് ശേഷം എന്തൊക്കെ ഭാഗ്യങ്ങളാണ് അവളെ തേടി വന്നത്. അവളുടെ ഭർത്താവിൻ്റെ കാലുകൾക്ക് ചലച്ച് തിരിച്ച് കിട്ടി. അവൾ എല്ലാ സ്വത്തിനും സമ്പത്തിനും എല്ലാത്തിനും അധികാരം അവൾക്ക് നൽകി. അതുപോലെ തന്നെ ഉണ്ണീനെയും ദുർഗേനെയും ഭരിക്കാൻ പോലും അവൾക്ക് അധികാരമുണ്ട്. അവൾ ഇവിടെ നമ്മളുടെ വീട്ടിലുള്ളപ്പോൾ നമ്മൾ പറയുന്നതല്ലാണ്ട് വേറെ എന്തെങ്കിലും അവൾ കേൾക്കുമായിരുന്നു. ഇപ്പം ഞാൻ പറയുന്നത് പോലും അവൾ കേൾക്കില്ല. അവൾ പറയുന്നത് ഞാൻ കേട്ട് ജീവിക്കണം എന്നതാണ് അവളുടെ വിചാരം എന്നൊക്കെ എന്തുണ്ട് ഇങ്ങനെ പ്രതാപനോട് ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന എങ്ങനെയെങ്കിലും ആ ഒരു കൊക്കയിൽ വിട്ട് അവർ രണ്ടാളും മരിച്ചു പോയാൽ മതിയായിരുന്നു, എന്നാൽ മാത്രമേ ഞാൻ എന്ത് തിരിച്ച് കമലേശ്വരത്തേക്ക് പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പ്രതാപനോട് പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്, അത് മോളെ ഒരു സ്വപ്നമല്ലേ, അതെന്തായാലും അങ്ങനെയൊക്കെ നടക്കാൻ വഴിയില്ല. നീ എന്തായാലും എന്ത് ചെയ്തോ, നീ എന്തായാലും നല്ല രീതിയിൽ ജീവിക്കുക. നീ നല്ല രീതിയിൽ ജീവിക്കാനല്ലേ അച്ഛൻ കാത്തിരിക്കുന്നത്. അച്ഛൻ അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും നോക്ക് ചെയ്തു തരും. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യുക, അതാണ് മാർഗ്ഗമെങ്കിൽ അങ്ങനെ തന്നെ അവരെ കൊന്നേക്കാന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ നല്ല ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം മഹാലക്ഷ്മിയുടെ കൂടെ ഒന്ന് നല്ല രീതിയിൽ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് അവിടുത്തെ ഗാർഡനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മേഘാതൻ്റെ കാറുകൾ വരുന്ന കണ്ടത്. അങ്ങനെ കാറ് വരുന്ന കണ്ടപ്പോൾ തന്നെ മഹാലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്, ദേ ആ മേഘാതം വരുന്നുണ്ട്, നമുക്കതേ നമ്മുടെ റൂമിലേക്ക് പോയി ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് അവൻ കണ്ടിട്ടുണ്ട് വെറുതെ പ്രശ്നങ്ങളാക്കണ്ട, ഇനിയിപ്പോൾ എന്ത് ചെയ്യണ്ട, ആരും അറിയണ്ട, കണ്ണേട്ടൻ്റെ കാലുകളുടെ കാര്യമൊന്നും ആരും അറിയണ്ട, നമുക്ക് എന്ത് ഈ രീതിയിൽ തന്നെ പോവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ എന്നിട്ട് മേഘാതനെ കണ്ണിൽ പെടാതെ അവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ റൂമിൻ്റെ ചാവി എന്ത് ചെയ്തിട്ടില്ല, അവരുടെ കയ്യിലില്ല. അവരുടെ റൂമിൻ്റെ ചാവി നമ്മുടെ അനന്തൂൻ്റെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് റൂം തുറക്കാൻ പറ്റുന്നില്ല. മേഘാന്തൻ്റെ റൂമാണെങ്കിൽ അനന്തൂൻ്റെയും കണ്ണൻ്റെയും ഒക്കെ റൂം അതേ സ്ഥലത്ത് തന്നെയാണുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണനും മഹാലക്ഷ്മിയുള്ള ഒരു സ്ഥലത്തേക്ക് അവൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ മേഘാന്തനാണെങ്കിൽ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ മേഘാന്തന് ചുറ്റുള്ള കാര്യങ്ങളോ ചുറ്റുള്ള ആൾക്കാരൊന്നും മനസ്സിലാവുന്ന കൂടിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.